മൾട്ടിപ്ലിക്കേഷൻ്റെ ഈജിപ്ഷ്യൻ മെത്തേഡ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ ആദ്യം കാണിക്കാൻ പോകുന്ന എക്സാമ്പിൾ 14 × 24 ആണ്. ഇതിനു വേണ്ടി 14ൻ്റെ ഹാഫ് നമ്മൾ ആദ്യം ചെയ്യാം. 14ൻ്റെ ഹാഫ് വരുന്നത് 7 ആണ്. 7 × 24ൻ്റെ ഡബിൾ എടുക്കുക. 24ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 48 വരും. 7 × 48 എഴുതുക. ഇനി അതിൻ്റെ താഴെ 7ൻ്റെ ഹാഫ് എടുക്കുക. അത് 3.5 വരും. ഡെസിമൽ പാർട്ട് മാറ്റിയിട്ട് 3 മാത്രം എഴുതിയാൽ മതി. 3 × 48ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 96. ഇനി 3യുടെ ഹാഫ് വരുമ്പോഴത്തേക്കും 1.5, അതിൻ്റെ 1 എഴുതി ഇൻറ്റു 96ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോഴത്തേക്കും 192 വരും. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ 3 ഭാഗങ്ങളിൽ ഏതെങ്കിലും ഈവൻ നമ്പർ ആയിട്ടുള്ളത് ഉണ്ടോ എന്ന് നോക്കുക. 7, 3, 1 ഇതിലെല്ലാം ഓഡാണ്. ഈവൻ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സെക്ഷൻ കട്ട് ചെയ്ത് കളയും. ഇനി നമുക്ക് ഇതിൻ്റെ 48 + 96 + 192ൻ്റെ സം കണ്ടുപിടിച്ചാൽ മതി. അത് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 336 ആണ്. അപ്പോൾ 14 × 24 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 336 കിട്ടും. ഇനി അടുത്ത എക്സാമ്പിൾ ഞാൻ കാണിക്കാൻ പോകുന്നത് 46 × 202 ആണ്. ഇതിനു വേണ്ടി 46ൻ്റെ ഹാഫ് 23 × 202ൻ്റെ ഡബിൾ എടുക്കുക. 404 വരും. ഇനി 23യുടെ ഹാഫ് എടുക്കുക. അത് 11.5 ആണ്. 11 എഴുതിയിട്ട് 404ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോഴത്തേക്കും 808 വരും. ഇനി 11ൻ്റെ ഹാഫ് വീണ്ടും എടുക്കുമ്പോഴത്തേക്കും 5 എടുക്കുക. ഇൻറ്റു 808ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 1616 വരും. ഇനി 5ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും 2 എടുക്കുക. 2 × 1606ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോഴത്തേക്കും 3232 കിട്ടി. ഇനി നമ്മൾ 2ൻ്റെ ഹാഫ് എടുക്കുക. അത് 1 വരും. പിന്നെ 3232ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 6464. ഇനി ഇതിൽ ഈവൻ ആയിട്ട് വരുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് നോക്കുക. 23, 11, 5, 2 നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളതിൻ്റെ സം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 9292 വരും. 46 × 202 വരുന്ന ആൻസർ 9292.